So ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. Find the moment of inertia of the angle shown in figure about x and y axis shown. Okay, so നമുക്കൊരു ആംഗിൾ സെക്ഷൻ ഉണ്ട്. ഈ ആംഗിൾ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത് എപ്പോഴും എബൌട്ട് വിത്ത് റെസ്പെക്ട് ടു സം റെഫേർഡ് ആക്സിസ് ആയിരിക്കും. സോ ആ ആക്സിസ് ഏതൊക്കെയാണെന്ന് ഈ ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വി ഹാവ് എൻ എക്സ് ആക്സിസ് ആൻഡ് വി ഹാവ് എ y axis. We need to find out the moment of inertia with respect to x axis and moment of inertia with respect to y axis. Okay, so നമ്മൾ ഓൾറെഡി ബേസിക് ഷേപ്സിൻ്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നമുക്കിവിടെ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കാം, പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കോമ്പോസിറ്റ് ഷേപ്പാണ്. സോ എലമെന്റ് ട്രാവൽ ചെയ്യേണ്ടത് ഈ ഷേപ്പിൽ കൂടിയാണ് ട്രാവൽ ചെയ്യേണ്ടത്. ആ പ്രത്യേക ഷേപ്പ് തന്നെയാണ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷനെ ടഫ് ആക്കുന്നത്. സോ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള കോമ്പോസിറ്റ് ഏരിയകളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെൻട്രോയിഡ് കോമ്പോസിറ്റ് ഏരിയസ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അല്ലേ? അല്ല, നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് ബേസിക് ഷേപ്സ് സെൻട്രോയിഡ് നമുക്ക് അറിയായിരുന്നു. നമുക്ക് കിട്ടിയ ആ കോമ്പോസിറ്റ് ഷേപ്പിനെ ബേസിക് ഷേപ്പായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് സെൻട്രോയിഡ് കണ്ടുപിടിച്ചു. ആ സെയിം അപ്രോച്ചിനെ നമുക്കിവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറച്ച് ബേസിക് ഷേപ്സിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തത് കാണിച്ചിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു കോമ്പോസിറ്റ് ഷേപ്പിന്, ഈ ഒരു ആംഗിളിനെ ആ ഒരു ബേസിക് ഷേപ്പിലേക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് എ ഫസ്റ്റ് അപ്രോച്ച് ഞാൻ എൻ്റെ ഏരിയനെ ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ഏരിയയും ഒരു മജന്ത ഏരിയ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറാണ്. പാരലൽ ആക്സിസ് തിയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ഷേപ്പിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടെങ്കിൽ ആ സെൻട്രോയിഡൽ ആക്സിസിനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ആ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. സോ ആ അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കണ്ടുപിടിക്കുക. സോ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെച്ചാൽ IXX is equal to IGX plus AH² എന്നാണ്. ആ വന്നതിൽ ഡൗട്ട് ഞാൻ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ നമ്മൾ ആ ഒരു തിയറി വീഡിയോയിൽ നമ്മൾ ഒരു ഏരിയയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ഏരിയ ഉണ്ട്. ഈ 2 ഏരിയയും കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് എൻ്റെ ടോട്ടൽ കോമ്പോസിറ്റ് ഏരിയ. ഈ താഴെ വരുന്ന റെക്ടാങ്കിൾ പോർഷൻ ഒരു IGX വാല്യൂ ഉണ്ട്, മുകളിൽ വരുന്ന റെക്ടാങ്കിൾ പോർഷനും ഒരു IGX വാല്യൂ ഉണ്ട്. സോ ഈ 2 റെക്ടാങ്കിളിൻ്റെയും IX വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എക്സ് ആക്സിന് പാരലൽ ഈ താഴത്തെ റെക്ടാങ്കിളിൻ്റെ ആണെങ്കിലും മുകളിൽ വന്നിട്ടുള്ള ഈ റെക്ടാങ്കിളിൻ്റെ ആണെങ്കിലും എക്സ് ആക്സിന് പാരലാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ട എക്സ് ആക്സിസ്. സോ 2 റെക്ടാങ്കിളിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് നമുക്ക് പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദെൻ ആ 2 എന്താ പറയുക, ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് IXX is equal to sigma of IGX plus AH² എന്ന് ഇട്ടിട്ടുള്ളത്, സിൻസ് വി ഹാവ് 2 ഏരിയാസ്. ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് 2 ഏരിയ ഉണ്ട്. ഈ 2 ഏരിയയുടെയും എന്താ പറയുക, ഗ്ലോബൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യകൾ ഓരോന്നിൻ്റെയും A വാല്യൂ H വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. സോ എന്താ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ വിൽ ബി IGX1 plus A1H1² plus IGX2 plus A2H2². ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലൂ ഷെയ്ഡഡ് ഏരിയ, സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് ഈ മജന്ത ഷെയ്ഡഡ് ഏരിയ. ബ്ലൂ ഷെയ്ഡഡ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ എക്സ് ആക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ മജന്ത ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ എക്സ് ആക്സിൽ ട്രാൻസ്ഫർ ഇട്ട് 2 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഓരോ ടേം ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഈ ഡിവൈഡ് ചെയ്തത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 റെക്ടാങ്കുലർ ഷേപ്പായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാല്യൂ എത്രയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ബ്രീഫായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അത് ഡിറൈവ് ചെയ്തതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വീഡിയോ ലിങ്കും കൊടുക്കുന്നുണ്ട്, അതിനകത്ത് കയറി നോക്കിയാൽ മതി. ഇനി ആ വീഡിയോ ലിങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സെൻട്രോയിഡൽ ആക്സിന് അബൌട്ടായിട്ടും ബേസ് ആക്സിന് അബൌട്ടായിട്ടും മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ
സെൻട്രോയിഡൽ ആക്സിസ് വാല്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം പാരലൽ ആക്സിസ് തിയറം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യകളാണ്. ഓക്കെ, സോ ഞാൻ അതിൻ്റെ അകത്തുള്ള സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യയുടെ ഇക്വേഷൻസ് ആണ് അതവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ വാല്യൂസ് ഒക്കെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം IG(x1) is equal to BD³/12. ഈ റെക്ടാങ്കിളിൻ്റെ കേസിൽ ബി എത്രയായിരിക്കും? ബ്ലൂ റെക്ടാങ്കിൾ. അതിൻ്റെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 mm, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡയമെൻഷനാണ് 125 mm. അതിൻ്റെ അകത്ത് 10 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം റെക്ടാങ്കിളിൻ്റെ ആണ്. സോ 125 മൈനസ് 10, ദാറ്റ് വിൽ ബി 115 mm. സോ ഡി ഈസ് 115. സോ നമുക്കത് ഇതുപോലെ കിട്ടും 8 × 115³ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നില്ല. ഈ വാല്യൂ എല്ലാം കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കുറച്ചുകൂടി ബെറ്റർ പ്രിസിഷന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 2 ഡെസിമൽ പ്ലേസോ അല്ലെങ്കിൽ 4 ഡെസിമൽ പ്ലേസോ ഒക്കെ എടുക്കുള്ളൂ. സോ ബെറ്റർ പ്രിസിഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് A1 കണ്ടുപിടിക്കാം. A1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഏരിയ ആണ്. ദാറ്റ് വിൽ ബി B × D and that will be 8 × 150. ഓക്കെ, നെക്സ്റ്റ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസ്, ദാറ്റ് ഈസ് ദി സെൻട്രോയിഡൽ ആക്സിസ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഏത് ആക്സിന് അബൌട്ട് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ എടുത്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ്. ഓക്കെ, ദെൻ നമ്മൾ ഏത് ആക്സിസിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, ആ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഡിസ്റ്റൻസ്, H ഡിസ്റ്റൻസ്. ഓക്കെ, സോ H എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസ് മുതൽ ഈ ബ്ലൂ എക്സ് ആക്സിസ് മുതൽ ഈ ഗ്രീൻ എക്സ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H1. ബ്ലൂ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും. അത് എത്രയാണ്? ഈ റെക്ടാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 115/2. സോ ഈ എക്സ് ആക്സിസ് മുതൽ ഈ റെക്ടാങ്കിളിൻ്റെ എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 115/2. അപ്പോൾ ഈ എക്സ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസോ ദാറ്റ് വിൽ ബി 115/2 പ്ലസ് 10 mm ആൻഡ് ദാറ്റ് വിൽ ബി 67.5 mm. നമുക്ക് ഏരിയയുടെ കൂടി വാല്യൂ അങ്ങ് എഴുതിയേക്കാം. ഏരിയ വിൽ ബി 8 × 115, ദാറ്റ് ഈസ് 920 mm². ഓക്കെ, സോ നമ്മൾ ആ ടൈംസ് എല്ലാം കണ്ടുപിടിച്ചു. നമുക്ക് ബാക്കിയുള്ള ടൈമിൽ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇസ് IG2, ദാറ്റ് ഈസ് BD³/12. അത് നമ്മളുടെ രണ്ടാമത്തെ റെക്ടാങ്കിൾ ആണ്. സോ ബി എന്ന് പറയുന്നത് ഏത് ഡയമെൻഷനാണ്? 100 mm ആൻഡ് D is 10 mm. Okay, so substitution will be 100 × 10³/12. Next A2, a rectangle area, that will be 100 × 10, and that will be 1000 mm². Next H2, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസും നമുക്ക് ഏത് ആക്സിന് അബൌട്ട് ആയിട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ട ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടാണ്. ദാറ്റ് ഈസ് ദി മജന്ത എക്സ് ആക്സിസ് ആൻഡ് we are going to find out the moment of inertia with respect to this green x-axis. സോ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ മജന്ത എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അതോടെ ആയിരിക്കും ഉണ്ടാവുക? ദാറ്റ് വിൽ ബി അറ്റ് ദി സെൻട്രോയിഡ്. സെൻട്രോയിഡ് എവിടെയാണ്? ഇതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, എൻ്റെ അകത്ത് കയറി നോക്കുക. സോ ദിസ് ഇസ് 5 ആൻഡ് ഹെൻസ് H2 വിൽ ബി 5 mm. ഇനി ഈ വാല്യൂസ് എല്ലാം കൊണ്ടുപോയിട്ട് നമ്മളുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, then നമുക്ക് Ixx വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 8 × 115³/12 പ്ലസ് 920 × 67.5² പ്ലസ് 100 × 10³ / 12 പ്ലസ് 1000 × 5² and the answer will be 5.239 × 10⁻⁶ mm⁴. and that's all Ixx വാല്യൂ. നമുക്ക് Iyy വാല്യൂ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പാരലൽ ആക്സിസ് തിയറം തന്നെ യൂസ് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആണെങ്കിൽ നമുക്ക് സെൻട്രോയിഡൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആൻഡ് ദേ ആർ പാരലൽ ടു. ഓക്കെ, സോ നമുക്ക് പാരലൽ ആക്സിസ് തിയറം തന്നെ യൂസ് ചെയ്താൽ മതി. സോ ഇക്വേഷൻ വിൽ ബി Iyy is equal to Igy1 plus A1 H1² plus Igy2 plus A2 H2². ഞങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ടേം ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫോർ ദ ഫസ്റ്റ് പാർട്ട് Igy1 is equal to dB³/12. ഓക്കെ, അവിടെ D എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ ആണ്. അവിടെയാണ് ശ്രദ്ധിക്കാനുള്ള. എക്സിൽ നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസിന് പാരലൽ ഡയമെൻഷൻ വാസ് B, y ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് D. ഓക്കെ, സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ഗെറ്റ് 115 × 8³/12.
ഓക്കെ, ഈ ഫോർമുല എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ഒരു ചെക്ക് മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. ഈ ക്യൂബ് വരുന്നത് നമ്മൾ ഏത് ആക്സിസ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഷേപ്പിൻ്റെ സൈഡാണ്. ഓക്കെ, നമ്മൾ ആദ്യം എക്സ് ആക്സിസ് ആണ് കൺസിഡർ ചെയ്തത് അല്ലേ. അപ്പോൾ ക്യൂബ് ഒന്ന് ഏതിനായിരുന്നു? 150 എന്ന് പറയുന്ന സൈഡ്. ഇതാണ് നമ്മുടെ ബ്ലൂ നോക്കുക, ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലറുള്ള സൈഡാണ് ഈ 150, അതിനാണ് ക്യൂബ് വന്നിട്ടുള്ളത്. വൈ ആക്സിസ് എടുക്കുമ്പോൾ അതിന് പെർപെൻഡിക്കുലറുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ 8 mm എന്ന് പറയുന്ന ഈ സൈഡാണ്. സോ IG/Y1 എടുക്കുമ്പോഴത്തേനും 150 × 8³/12, ആ 8നാണ് അവിടെ ക്യൂബ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓർത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് H1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസ്, ദാറ്റ് ഈസ് ദി സെൻട്രോയിഡൽ ആക്സിസും നമ്മൾ ഏത് ആക്സിസിലേക്കാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ആ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആണ്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ ഗ്രീൻ വൈ ആക്സിസിലേക്കാണ്. സോ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സെൻട്രോയിഡ് ആണ്, ഇത് 8 mm ആണ്. സോ ദിസ് വിൽ ബി 4 mm അല്ലേ. സോ H1 is 4 mm. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് IG/Y2 കണ്ടുപിടിക്കാം. സെക്കൻഡ് ഏരിയയുടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിലുള്ള സെൻട്രോയിഡൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. that will be സെയിം ഇക്വേഷൻ തന്നെയാണ്. സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ we will get 10 × 100³/12. ഇവിടെ നോക്കുക, ക്യൂബ് എവിടെ വന്നേക്കണേ? എക്സ് ആക്സിസ് കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയമെൻഷൻ ദാറ്റ് വാസ് 10 mm അല്ലേ. വൈ ആക്സിസ് കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയമെൻഷൻ ദാറ്റ് ഈസ് 100 mm. ഓക്കെ, ആ ചെക്കൊന്നും മൈൻഡിൽ ഓർക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ IG/Y2 is 10 × 100³/12. നെക്സ്റ്റ് നമുക്ക് H2 ആണ് കണ്ടുപിടിക്കേണ്ടത്. H2 is equal to നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആക്സിസും നമ്മൾ ഏത് ആക്സിസിലേക്കാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ എത്രയായിരിക്കും ഡിസ്റ്റൻസ് വരിക? വൈ ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ഗ്രീൻ വൈ ആക്സിസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി എത്രയാ? 100 mm ആണെങ്കിൽ 100 mm ഹാഫ് എത്ര? ദാറ്റ് വിൽ ബി 50 mm അല്ലേ, റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ നമുക്ക് ടേംസ് എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ ഇക്വേഷനിലേക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So after substitution, we will get the final answer as 3.353 × 10⁻⁶ mm⁴. So we have Ixx value and Iyy value. So ഇതാണ് നമ്മളുടെ ഫസ്റ്റ് അപ്രോച്ച്. ഇനി നമുക്ക് വേറൊരു അപ്രോച്ച് വഴി ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് സെക്കൻഡ് അപ്രോച്ച്. ഇതിൽ നമ്മൾ ഒരു ലാർജ് ആയിട്ടുള്ള റെക്ടാങ്കിൾ, ഒരു 100/125 mm റെക്ടാങ്കിളിൽ നിന്ന് ഒരു 92/115 mm ഒരു സ്മോൾ റെക്ടാങ്കിൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അപ്പോഴും നമ്മളുടെ ആദ്യത്തെ ഷേപ്പ് തന്നെയാണ് കിട്ടുക അല്ലേ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ആ കോമ്പോസിറ്റ് ഷേപ്പ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. അതിനൊരു സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ 2 റെക്ടാങ്കിൾ പീസിനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലെയായിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു ലാർജർ റെക്ടാങ്കിളിൽ നിന്ന് ഒരു സ്മോളർ റെക്ടാങ്കിൾ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. So I have this blue rectangle of size 100 mm/125 mm. From that I am deducting a smaller rectangle of size 92/150 mm. Okay, the rest will be the composite area of which the moment of inertia has to be determined. Okay, so നമ്മളുടെ ബേസിക് ഇക്വേഷൻസ് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ലാസ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? വി ഹാവ് 2 റെക്ടാങ്കിൾസ് അല്ലേ. അതിൽ രണ്ടിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആഡ് ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് ആ കോമ്പോസിറ്റ് ഷേപ്പിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടിയത്. പക്ഷേ ഇവിടെ ഈ നമുക്കൊരു ലാർജ് റെക്ടാങ്കിളിൽ നിന്ന് ആ ചെറിയ റെക്ടാങ്കിൾ ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കോമ്പോസിറ്റ് ഏരിയ കിട്ടുക അല്ലേ. സോ നമുക്ക് ആ 2 ഷേപ്പിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ലാർജർ ഷേപ്പിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്ന് സ്മോളർ ഷേപ്പിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ചെയ്താലാണ് നമുക്ക് ആ കോമ്പോസിറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടുക. സോ ഇക്വേഷൻ ബിക്കംസ് Igx1 + A1h1² - Igx2 + A2h2². ഓക്കെ, ഇക്വേഷൻ നമുക്ക് അങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ടേം ആയിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ഈസ് ദി Igx1 വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ ഷേപ്പ് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ദാറ്റ് ഇസ് BdQ/12. അവിടെ ബ്ലൂ XY മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 100 × 125³/12.
ക്യൂബ് എടുക്കേണ്ടത് നമ്മൾ ഏത് ആക്സിസാണോ കൺസിഡർ ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ. ഓക്കെ, സോ ലാർജർ റെക്ടാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ഡയമെൻഷൻ ഇസ് 125 mm. So 100 into 125 cube by 12. Next is A1. A1 എത്രയാണ്? That will be 12,500 mm square. Then H1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ആക്സിസും നമ്മൾ ഏത് ആക്സിസിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ നമ്മളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് വിത്ത് റെസ്പെക്ട് ടു സെൻട്രോയിഡൽ എക്സ് ആക്സിസ്, ദിസ് ബ്ലൂ വൺ, ആൻഡ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ ഗ്രീൻ എക്സ് ആക്സിസിലേക്കാണ്. സോ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് അല്ലേ, അത് എത്രയാണ്? അത് 125ൻ്റെ ഹാഫിലായിരിക്കും. ആൻഡ് സോ H1 will be 125 divided by 2, and that's 62.5 mm. Next terms IGX2 എന്ന് പറഞ്ഞാൽ ഈ സ്മോളർ റെക്ടാങ്കിളിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഇക്വേഷൻ ഇസ് BD cube by 12. So after substitution we'll get 92 into 115 cube by 12. ഈ ചെറിയ റെക്ടാങ്കിളിൻ്റെ ഡയമെൻഷൻ 92 is the breadth and ക്യൂബ് വരേണ്ടത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിന് പെർപെൻഡിക്കുലർ. ഈ ഈ മജന്ത എക്സ് ആക്സ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 115 mm. സോ 92 into 115 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. നെക്സ്റ്റ് അതിൻ്റെ ഏരിയ ദാറ്റ് വിൽ ബി 92 into 115 and that's 10580 mm square. Next is the H2 value. H2 എന്താ? ഈ മജന്ത എക്സ് ആക്സിസും ഗ്രീൻ എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ മജന്ത എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ചെറിയ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡിലാണ് അല്ലേ. അപ്പോൾ ഈ എക്സ് ആക്സിസ് മുതൽ ഈ റെക്ടാങ്കിളിൻ്റെ എഡ്ജ് വരെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആ സൈഡിൻ്റെ ഹാഫ്. സോ ദാറ്റ് ഈസ് 115 by 2 പ്ലസ് നമുക്ക് വേണ്ടത് എവിടെയാണ്? ഈ ഗ്രീൻ എക്സ് ആക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ എത്ര കൂടി നമ്മൾ ആഡ് ചെയ്യണം? പ്ലസ് 10 ആൻഡ് ദാറ്റ് വിൽ ബി 67.5 mm. ദെൻ ഈ വാല്യൂ എല്ലാം കൊണ്ടുപോയിട്ട് നമ്മളുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 100 into 125 cube by 12 plus 12,500 into 62.5 squared minus 92 into 115 cube by 12 plus 10,580 into 67.5 the square. And the final answer will be 5.239 into 10 raised to 6 mm raised to 4. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ സെയിം വാല്യൂ തന്നെയാണ്, അപ്രോച്ചിലേ മാറുന്നുള്ളൂ, അതിൻ്റെ വാല്യൂ ചേഞ്ച് ആവില്ലല്ലോ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് IXX വാല്യൂ. ദെൻ യൂസിങ് ദ സെയിം ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് IYY വാല്യൂ ഓൾസോ. IYY കണ്ടുപിടിക്കുമ്പോഴും ആ ഇക്വേഷൻ നമ്മൾ ചേഞ്ച് കൊണ്ടുവരണം, നമ്മൾ ചെറിയ റെക്ടാങ്കിളിനെ ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഓരോ ടൈംസ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈം IGY1 ദാറ്റ് വിൽ ബി DBQ by 12. നമ്മൾ y ആക്സിസിനെ അബൌട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ വി വിൽ ഗെറ്റ് 125 into 100 cube by 12. y ആക്സിസ്, ബ്ലൂ y ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലാർജർ റെക്ടാങ്കിളിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 100 mm അല്ലേ. സോ 100-നാണ് ക്യൂബ് വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നേരെ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. A1 ചേഞ്ച് ഒന്നും വരുന്നില്ല, സെയിം വാല്യൂ തന്നെയാണ്. H1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബ്ലൂ വൈ ആക്സിസും ഈ ഗ്രീൻ വൈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് വിത്ത് റെസ്പെക്ട് ടു ബ്ലൂ വൈ ആക്സിസ്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഗ്രീൻ വൈ ആക്സിസ് ആണ്. സോ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 50 mm അല്ലേ. ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൻട്രോയിഡ് വിൽ ബി അറ്റ് ഹാഫ് ഓഫ് ബ്രെഡ്ത്ത്. സോ ഇത് 100 ആണെങ്കിൽ ഇവിടുന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 50 mm. So H1 is 50 mm. Then IGY2 115 into 92 cube by 12. ഏതാ വൈ ആക്സിസ്? ഈ മജന്തയാണ് വൈ ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ഡയമെൻഷൻ ഇസ് 92 mm. അതാണ് ക്യൂബ് ചെയ്യേണ്ടത്. ഓക്കെ, ഏരിയ സെയിം തന്നെ വരും. H2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൈ ആക്സിസും നമ്മളുടെ വൈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ വൈ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ചെറിയ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സോ 92 by 2 plus 8 അല്ലേ. 92 by 2 എന്ന് പറയുമ്പോഴത്തേനും ഈ വൈ ആക്സിസ് മുതൽ ഇവിടെ നല്ല ഡിസ്റ്റൻസ് ആവും പ്ലസ് 8 ആൻഡ് ദാറ്റ് വിൽ ബി 54 mm അല്ലേ. ദെൻ ഈ വാല്യൂ എല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ഗെറ്റ് ലൈക്ക് ദിസ് 125 into 100 cube by 12 plus 12,500 into 50 square minus 115 into 92 cube by 12 plus 10,580 into 54 square and our final answer will be 3.353 into 10 raised to 6 mm raised to 4. ഈ വാല്യൂ തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത്. ഓക്കെ,
നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അവിടേക്ക് എടുത്തെഴുതാം. And so this is our final answer for the composite area given, and for the axis given, moment of inertia with respect to x-axis will be 5.239 into 10 raised to 6 mm raised to 4, and moment of inertia with respect to y-axis will be 3.353 into 10 raised to 6 mm raised to 4. ഓക്കെ, നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് അപ്രോച്ച് കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അപ്രോച്ച് നോക്കിയാൽ മതി. എങ്ങനെയാണെങ്കിലും ആ ഷേപ്പ് നമുക്ക് കിട്ടുന്ന ഒരു മെത്തേഡ്, ഇപ്പോൾ അതിപ്പോൾ അഡീഷൻ ആവാം, ഡിഡക്ഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ.